മനസ്സാ വാചാ കർമ്മണം ഞാൻ അറിയാത്ത കാര്യങ്ങൾ പറയുന്നു. ഞാൻ ഒരു ഭാനുമതിയും കുടുംബത്തെയും ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടില്ല. പിന്നെ എന്താ നീ പറഞ്ഞത്? നരേന്ദ്രൻ ഹരിതയുടെ കഴുത്തിൽ താലി കെട്ടാൻ ശ്രമിച്ചെന്നു. നീ ഇതൊക്കെ ഉണ്ടാക്കി പറയുന്ന കഥകളാണോ, അതോ നീയും വേണ്ടാത്തതൊക്കെ പുകച്ചു തുടങ്ങിയോ? അല്ല, പരസ്പര ബന്ധമില്ലാത്തത് ഓരോന്ന് പറഞ്ഞു തുടങ്ങിയോണ്ട് ചോദിച്ചതാ. കർണാര, എന്നെയും നിന്നെയും തമ്മിൽ തെറ്റിക്കാൻ ഇവൻ പടച്ചുണ്ടാക്കിയ കള്ളക്കഥകളാ ഇതൊക്കെ. ഓ, ഒരു പെണ്ണ് ബോധം കെട്ട് കിടന്നപ്പോ അവളെ താലി കെട്ടിയ വീരസാഹസിക കഥകളൊന്നും നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അല്ല, ഈ കഥ നിന്റെ സൃഷ്ടിയാണോ അതോ നിന്റെ അച്ഛയുടെ സൃഷ്ടിയോ? അല്ല, വിദ്യാർത്ഥിക്കൊന്നും പറയാനില്ലേ? ഇത്രയും നേരം വിദ്യാർത്ഥി എവിടെ പോയിരുന്നു? ചോദിച്ചത് കേട്ടില്ലേ? എവിടെ പോയിരുന്നു? അത് ചോദിക്കാൻ നീ ആരാടി? എവിടെ പോയിരുന്നു എന്നാ ചോദിച്ചത്. ക്ഷേത്രത്തില്. ഹരിതമൊത്തല്ലേ ക്ഷേത്രത്തിൽ പോയത്? അതെ, ഹരിതയൊത്താ പോയത്. എന്നിട്ട് ഹരിത എവിടെ? ഹരിത എവിടെയാന്ന് ഹരിത തന്നെ പറയും. വന്ദനേജി. പനുജെ, ഹരിത എവിടെ? ഹരിതയുടെ കയ്യിൽ നിന്ന് ഫോൺ കൊടുക്കൂ, ഞാൻ വീഡിയോ കോൾ ചെയ്യാം. ശരി ചേച്ചി. ഹരിതേ, ഹരി. എന്താ മനോജ്? വന്ദനേച്ചി ഇപ്പൊ വിളിച്ചിരുന്നു, വീഡിയോ കോള് വിളിക്കാന്ന് പറഞ്ഞു. എന്തിന്? അച്ഛൻ. കുറുപ്പച്ച, അച്ഛാ, ഞാനിപ്പോ മനോജിന്റെ വീട്ടിലാ. അപ്പച്ചിയും വിദ്യാർത്ഥിയും ചേർന്ന് ഒരു വൃത്തികെട്ടവനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ നോക്കിയതാ. ഭാഗ്യത്തിന് ആപത്തിലൊന്നും പെടാതെ രക്ഷപ്പെട്ടത്. അച്ഛൻ ഫോൺ കട്ട് ചെയ്തു. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി കാണുമല്ലോ ഞാൻ പറഞ്ഞത് കള്ളക്കഥയല്ലെന്ന്. എന്താ അച്ഛൻ ഇപ്പോഴും ബോധ്യപ്പെട്ടില്ലേ? അത് എല്ലാം ബോധ്യപ്പെട്ടു. എല്ലാം ബോധ്യപ്പെട്ടു. അതെ, മനോജിനോട് പിണങ്ങിക്കഴിഞ്ഞിരുന്നവളാണ് ഹരിത.
ഏതായാലും ഇതിനിടയിൽ ഹരിതയെ മനോജുമായി ഒന്നിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞു. ഇതുകൊണ്ടൊന്നും കുറുപ്പിനെ ജയിച്ചെന്ന് നീ കരുതണ്ട. കരുണാകരനെ മിണ്ടിപ്പോകരുത്. മേലിൽ എന്റെ മോളുടെ കാര്യത്തിൽ ഇടപെടരുത്. ആര് ഇവൾക്കൊരടി ആവശ്യമായിരുന്നു. പക്ഷേ അച്ഛൻ ഈ അടി ഡെഡിക്കേറ്റ് ചെയ്തതേ ഇവൾക്കല്ല, അപ്പച്ചിക്ക. സന്തോഷായില്ലേ? എന്താടി ഉരിപ്പേ? നിനക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലേ? ഇനി പൊയ്ക്കൂടെ? പണ്ട് കാരണവന്മാര് പറയും, പറഞ്ഞാ കേൾക്കാത്ത പിള്ളാരെ കമ്പിനടിച്ച് വളർത്തണമെന്ന്. വിദ്യക്ക് അടി കൊടുത്ത് വളർത്താത്ത അച്ഛനമ്മമാരെ പറഞ്ഞാ മതി. അമ്മേ, ഇത്തിരി മോരും വെള്ളം കിട്ടോ? ഉള്ളൊന്ന് തടുക്കട്ടെ. വാ. അച്ഛൻ എവിടെയാ? വീട്ടിലാണോ? അതെ മോളെ, വീട്ടിലാ. ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് വന്നിട്ട് എങ്ങനെയുണ്ട്? ഭാര്യയും ഭർത്താവും അടിയൊന്നും ഉണ്ടാക്കാതെ സന്തോഷായിട്ടിരിക്കുന്നോ? ആ, ചില്ലറ സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഇല്ലാതില്ല. എന്നാലും ഹരിത മൊത്തത്തിലൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ആ, ഒതുങ്ങണല്ലോ. സ്വന്തം അപ്പച്ചിയല്ലേ, അവളെ ക്ഷേത്രത്തിൽ വിളിച്ചു വരുത്തി മറ്റൊരു പുരുഷനെ കൊണ്ട് താലി കെട്ടിക്കാൻ ശ്രമിച്ചു. അമ്മായിയപ്പൻ പോരിനേക്കാളും നാത്തൂൻ പോരിനേക്കാളും ഇവിടുത്തെ അപ്പച്ചി പോരിനാണ് ഉശിര്. പരമാവധി ഒഴിഞ്ഞും തിരിഞ്ഞും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ദീമോളെ സൂക്ഷിക്കണം. വേറെ വിശേഷമൊന്നുമില്ലല്ലോ അച്ഛാ? ഉണ്ട്. വർഷമോൾക്ക് വിശേഷമുണ്ടല്ലോ. അച്ചമ്മയ്ക്കൊരാഗ്രഹം, വർഷയെ സഹായിക്കാൻ കുറച്ചു ദിവസം വിക്രമന്റെ വീട്ടിൽ കഴിയണമെന്ന്. അമ്മ വളരെ താല്പര്യം എടുത്ത് നിൽക്കുക. അത് നല്ല കാര്യമാണല്ലോ. ഈ അവസരത്തില് അച്ഛൻ ഒപ്പം ഉണ്ടാവുന്നത് വർഷയ്ക്ക് നല്ല ആശ്വാസമായിരിക്കും. ആ,
അച്ഛമ്മയെ കൊണ്ടാക്കാൻ വർഷയുടെ വീട്ടിലേക്ക് ഞാനും കൂടി വരാച്ചാ. വന്നാ വളരെ സന്തോഷമുണ്ട് മോളെ. നാളെ രാവിലെ തന്നെ പോണം. ആ ശരി അച്ഛാ. ആ ശരി മോളെ. നീ മോളെ പടം വരയ്ക്കയാ? അല്ല വന്ദനെന്താ ആലോചിക്കുന്നേ? വർഷയുടെ വീട്ടില് അച്ഛമ്മയെ കൊണ്ടാക്കാൻ അച്ഛനും അമ്മയും പോകുന്നുണ്ട്. ആ ഞാനും കൂടെ പോവാന്ന് വാക്കു കൊടുത്തു. ആ, അതിനെന്താ, ഇടയ്ക്കിടയ്ക്ക് അനിയത്തി പോയി കാണേണ്ടത് ഒരു ചേച്ചിയുടെ കടമയല്ലേ? പക്ഷേ ഞാൻ മടങ്ങി വരുന്നത് വരെ ധീമോളായിരുന്നു നോക്കും. ആ അതിനുത്തരം ദൈവമോള് തന്നെ പറയട്ടെ. ആ മോളെ ഇങ്ങ് വാ. ആ നിന്റെ വന്ദനാമ്മ നിന്നെ കൂട്ടാതെ വർഷാന്റിയുടെ വീട് വരുന്ന പോകുന്നു. വൈകുന്നേരം തന്നെ തിരിച്ചു വരും. അതുവരെ നിന്റെ കാര്യം ആര് നോക്കും? സില്ലി ക്വസ്റ്റ്യൻ. എന്റെ കാര്യം ജഗനാങ്കിള് നോക്കും. അപ്പോ നിനക്ക് വന്ദനമ്മ വേണ്ടേ? വന്ദനമ്മ വൈകിട്ട് ഇങ്ങ് വരുമല്ലോ, അതുവരെ ജഗനാങ്കിള് എന്നെ നോക്കിക്കോളും. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. അമ്പിടിക്കേമി, ഇപ്പൊ നിനക്ക് ഇഷ്ടം ജഗനങ്കിളിനോടായോ? ജഗനാങ്കിളാണെങ്കി എന്നെ ബൈക്കിൽ കൊണ്ടുപോയി ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തരും. വന്ദനമ്മയാണെങ്കിൽ കുറെ സങ്കടവും പറഞ്ഞ് മുഖവും വീർപ്പിച്ചിരിക്കും. ദേ ഇങ്ങനെ. ചക്കരക്കുട്ടി. ആരൊക്കെയാ? ഞങ്ങളെ അറിയോ? ഇത് നല്ല ചോദ്യം. വർഷക്കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ചേച്ചിയും അച്ഛമ്മയും ഒക്കെ അല്ലേ? ഞങ്ങളെയൊക്കെ എങ്ങനെ അറിയാം? സ്വന്തം വീട്ടുവിശേഷങ്ങളൊക്കെ വർഷക്കുഞ്ഞു പറയാറുണ്ട്. മാത്രമല്ല മാധവ് സാറിനെ ഞാൻ നേരത്തെ കണ്ടിട്ടുമുണ്ട്. അയ്യോ, സംസാരിച്ചു നിന്നതുകൊണ്ട് അറിഞ്ഞില്ല. അകത്തോട്ട് കയറി വന്നാട്ടെ. അങ്ങോട്ടിരിക്കാം. ഇവിടെ ഇവിടോട്ടിരിക്കാം. ഇവിടെ ഇരുന്നട്ടെ. ഇരുന്നോ മോളെ. കുഞ്ഞേ, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. എല്ലാരും ഉണ്ടല്ലോ. അച്ഛാ, മോളെ, അമ്മേ, അച്ഛമ്മയുടെ മക്കളെങ്കി അച്ഛമ്മേ, ചേച്ചി. അമ്മയാവൻ പോകുന്ന സമയത്ത് ഞെട്ടിലുണ്ടാക്കാത്ത സർപ്രൈസുകൾ കൊടുക്കുന്നത് ആരോഗ്യത്തിന് അത്യുത്തമമാണെന്നാ അച്ഛമ്മ പറയുന്നത്. മോനെ, ഇതേ കുറച്ച് ഫ്രൂട്ട്സാ. എന്തിനാ അമ്മ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയത്? ഇവിടെ ഏട്ടൻ ഒരു ഫ്രൂട്ട് സ്റ്റോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇങ്ങോട്ട് വരുമ്പോ വെറും കൈയോടെ വരുന്നത് ശരിയല്ലല്ലോ. നിനക്ക് സുഖമാണ് മോളെ? ദൈവാനുഗ്രഹം കൊണ്ട് പരിപൂർണ സുഖം. കൂട്ടിന് വത്സല ചേച്ചി കൂടെ വന്നതോടെ സമയം പോകുന്നില്ല എന്നുള്ള പരാതിക്കും പരിഹാരമായി.
ആ ഇതാരൊക്കെ ഇരിക്കെ ആ മോനും ഇരിക്കും. വർഷയുടെ അച്ഛനും അമ്മയും അച്ഛമ്മയൊക്കെ ഉണ്ടല്ലോ. ആ വന്ദന ചേച്ചി വന്നിട്ടുണ്ടല്ലോ. സന്തോഷം. പിന്നെ എന്തിനാടാ മോനെ ആദ്യം നീ ഞങ്ങളെ കണ്ടപ്പോ മോഹൻ ചുളിച്ചേ? ഞാൻ വിചാരിച്ചു ഞങ്ങളൊക്കെ വന്നത് നിനക്ക് ഇഷ്ടായില്ല എന്ന്. അതെന്ത് പറച്ചില്ല അച്ഛമ്മേ? അത് നിങ്ങളെ ആദ്യം ഏട്ടന് മനസ്സിലാവാഞ്ഞിട്ടാ. സത്യം രാവിലെ മുതൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഒരേ ഇരിപ്പിരുന്നിട്ട് വന്നതല്ലേ, അതുകൊണ്ടായിരിക്കും കാഴ്ചക്ക് ഒരു മങ്ങൽ. ഇപ്പൊ മാറിയോ? ആ മാറി. കണ്ണിന്റെ കാഴ്ചക്ക് വളരെ ദോഷമാ ഈ കമ്പ്യൂട്ടർ എന്ന കുന്ത്രാണ്ടം. പറഞ്ഞിട്ടെന്താ കാര്യം? ഇപ്പൊ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ മുന്നിൽ വരെ കമ്പ്യൂട്ടറും മൊബൈലുമാ. അതിൽ നിന്ന് കണ്ണെടുക്കാനേ അതുങ്ങൾക്ക് നേരമില്ല. നോക്കി നിൽക്കാതെ പോയി പെട്ടെന്ന് ഊണെടുക്ക്. ശരി സാർ. ആ പിന്നെ അമ്മയും വന്ദന ചേച്ചിയൊക്കെ പാചക ശിരോമണികളാ. യാതൊരു കുറ്റവും കുറവും പറയാത്ത തരത്തിൽ വേണം ഊണ് തയ്യാറാക്കാൻ. ശരി സാർ. മോനെ, ഈ ഊണിന്റെ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കണ്ട. ചോറും കുറച്ച് മോരുകറി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഊണ് കുശാലായി. എന്നാലും വിക്രമിന്റെ ആദ്യത്തെ മര്യാദ നമ്മൾ മാനിക്കണമല്ലോ മാധവ. അത് വേണം. എന്താ മുത്തശ്ശിക്ക് ഈ വീട്? ഇത് വീടല്ലല്ലോ, കൊട്ടാരമല്ലേ? ഇവിടെ കുറച്ചുനാള് താമസിക്കാൻ കഴിയുന്നതിൽ പരം മഹാഭാഗ്യം വേറെ എന്താ ഉള്ളേ? അതിനാണല്ലോ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ആ മോനെ, പ്രസവം കഴിയുന്നതുവരെ വർഷയ്ക്കൊരു തുണയായിട്ട് അമ്മയെ ഇവിടെ നിർത്തിയിട്ട് പോകാനാ ഞങ്ങളുടെ തീരുമാനം. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. പക്ഷേ ഇവിടെ ഇപ്പോ സഹിക്കാനാവാത്ത തണുപ്പ. ഈ പ്രായത്തില് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ മുത്തശ്ശിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതൊന്നുമില്ല. ഏത് കാലാവസ്ഥയോടും ഇണങ്ങി പോകുന്നതാണ് എൻ്റെ ഒരു ശരീരപ്രകൃതം. അച്ഛമ്മയ്ക്കൊരു മൂക്കിപ്പനി പോലും വരുമെന്ന് ശങ്കിക്കേ വേണ്ട. അത് ശരിയായിരിക്കാം. പക്ഷെ വർഷയ്ക്ക് ഇവിടെ കൂട്ടിനായി ആ ജോലിക്കാരി വത്സലുണ്ടല്ലോ. അച്ഛമ്മയെ പോലെ പുരാണങ്ങളും പഴഞ്ചൊല്ലുകളും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാ. തൽക്കാലം അവരുടെ സഹായം മാത്രം മതി. അതുപോരാ,
വർഷയ്ക്കിതേ കടിഞ്ഞൂൽ പ്രസവമാ. ഇംഗ്ലീഷ് ചികിത്സയ്ക്ക് പുറമെ ചില നാടൻ ആയുർവേദ ചികിത്സകളും നിർബന്ധമായിട്ടുണ്ടാവണം. അതിനെന്റെ സേവനം കൂടിയേ തീരൂ. നീ ഇങ്ങോട്ട് വന്നേ. അല്ല, ഇവിടെ എല്ലാരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ രണ്ടാളും എങ്ങോട്ടായി പോകുന്നേ? ഞങ്ങള് സഹോദരിമാര് വളരെ കാലം കൂടി കണ്ടതല്ലേ, കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. വാ.